അലയൻസ് ഗ്രൂപ്പ് ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം എത്തുന്നു ഹരീഷ്. ഇന്നത്തെ സ്റ്റോറി എന്താണ്? കഞ്ചിക്കോട്ടെ സ്റ്റീൽ ഫാക്ടറികളുടെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഹരീഷിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാം. നമ്മുടെ ജില്ലയെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഫോടനമായി മാറുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കും പഞ്ചായത്തിനുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് വെറുമൊരു ആശങ്കയല്ല, വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ കൃത്യമായ സൂചനയാണിത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രേക്ഷകർ ഈ കഥ മുഴുവൻ കേൾക്കണം. പാലക്കാട് കഞ്ചിക്കോട്ടെ വിവേകാനന്ദ കോളനി നിവാസികളുടെ രോഗങ്ങളിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അസുഖം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഈ കൊര, ശ്വാസം മുട്ടല്, ഇതന്നെ എല്ലാവർക്കും കാലും കൈയും വരാതെയും ഈ പുക കൊണ്ടിട്ടും മക്കളെ ഒക്കെ എണ്ണക്കാരായി. പിന്നെ എങ്ങനെയാ ഞങ്ങൾ ജീവിക്കുക? സമീപത്തു നിന്നും പുകതുപ്പുന്ന കൈരളി സ്റ്റീൽ ഫാക്ടറിയാണ് വിവേകാനന്ദ കോളനി നിവാസികളുടെ പ്രശ്നം. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഇത്തരത്തിൽ 40ഓളം ഇരുമ്പുരുക്ക് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ 24 മണിക്കൂറും ഫാക്ടറികൾ പുറത്തുവിടുന്ന പുക ഈ പ്രദേശത്തെ ജീവിതം തന്നെ ദുസ്സഹമാക്കുന്നു. രാത്രിയായാൽ 40 ഫാക്ടറികളും ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. പുകയുന്ന ഇത്തരം ഫാക്ടറികൾക്കകത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. എത്ര ആരോഗ്യവാനായ ആളായാലും ഒരു അരമണിക്കൂർ നിന്നാൽ മതി, സ്വാഭാവികമായും ആരെ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് നമ്മൾ നിർത്തിയാൽ നമുക്കറിയാൻ പറ്റും. ശ്വാസം മുട്ടൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കോരയാർ പുഴയുടെ തീരത്താണ് മിക്ക ഫാക്ടറികളും പ്രവർത്തിക്കുന്നത്. മനുഷ്യവിസർജ്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ നേരിട്ട് പുഴയിലേക്ക് തുറന്നുവിടുന്നതിനാൽ കോരയാർ പുഴയിലൂടെ അതൊഴുകി പാലക്കാടിന്റെ പുണ്യനദിയായ കൽപ്പാത്തി പുഴയെയും മലിനമാക്കുന്നു. യുദ്ധഭൂമികളിൽ ബാക്കിയാവുന്ന ലോഹമാലിന്യങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു. ഇതുപയോഗിച്ചാണ് കഞ്ചിക്കോട്ടെ ഇരുമ്പുരുക്ക് കമ്പനികളും പ്രവർത്തിക്കുന്നത്. ഉൽപാദനശേഷം ലഭിക്കുന്ന ഖരമാലിന്യമായ സ്ലാഗ് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മുടെ ഊഹങ്ങൾക്കും അപ്പുറമാണ്. മാരകമായ ലോഹങ്ങളും രാസവസ്തുക്കളും അടങ്ങിയ സ്ലാഗ് ഈ പ്രദേശമാകെ അലക്ഷ്യമായി വിതറിയിരിക്കുകയാണ്. ഈ കല്ല് കാലിൽ കൊണ്ട് മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് ഉണങ്ങില്ല. അത് കുറെ കാലങ്ങളായി സെപ്റ്റിക്കായി കിടക്കും. മണ്ണിനെയും ജലത്തെയും മലിനമാക്കുന്ന ഈ വിഷങ്ങൾ മഴക്കാലത്ത് ഒലിച്ചിറങ്ങി പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. റേഡിയേഷൻ അടക്കം ഇതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെപ്പറ്റി നാളിതുവരെയായി ഒരു പഠനവും നടന്നിട്ടില്ല. ഇതിനെതിരായ നിയമ പോരാട്ടത്തിലാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത്. യുദ്ധത്തിൽ കത്തിത്തീർന്നതും കത്തിത്തീരാത്തതുമായിട്ടുള്ള മിസൈൽ പോലുള്ള വേസ്റ്റുകൾ ഉൾപ്പെടെ ഉരുക്കിയാണ് ഇവിടെ ഇരുമ്പ് കമ്പിയാക്കി മാറ്റുന്ന ഒരു പൊതുസ്ഥിതിയുണ്ട്. വായുവും വെള്ളവും മണ്ണും മലിനപ്പെട്ട കഞ്ചിക്കോട് പ്രദേശത്ത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ക്യാൻസർ രോഗികൾ കൂടുന്നത് എന്നതിന് തെളിവാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ക്യാൻസർ പരിശോധനാ കേന്ദ്രം. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെ കണ്ടെത്തുന്ന ഒരു പഞ്ചായത്തും ഒരു പ്രദേശവുമായി ഈ ഇരുമ്പുരുക്ക് കമ്പനിക്ക് ചുറ്റും ജീവിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നുവെന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പൊതുസ്ഥിതിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പാലക്കാട് ജില്ലയിൽ പാടില്ലെന്ന കേന്ദ്ര സർക്കാർ റിപ്പോർട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടുകളും ഫാക്ടറികൾ അടച്ചുപൂട്ടണമെന്ന നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ടും നിലനിൽക്കുമ്പോഴും ഒരു നാടിനെ മുഴുവൻ വിഷമയമാക്കുന്ന വ്യവസായങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നത് അധികാരത്തിന്റെ തണലിലാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഫാക്ടറിയിലെത്തുന്ന യുദ്ധോപകരണങ്ങൾ ചൂടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് നിരവധി മരണങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ യുദ്ധോപകരണ സാധനങ്ങൾ വന്ന് ഉരുക്കുമ്പോൾ പൊട്ടിത്തെറി അടക്കം ഇവിടെ ഉണ്ടായതായിട്ടുള്ള തെളിവുണ്ട്. കേരളത്തിലെ പ്രധാന പെട്രോളിയം ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സ്റ്റീൽ ഫാക്ടറികൾക്ക് തൊട്ടടുത്താണ്. അത്തരമൊരു പൊട്ടിത്തെറി സംഭവിച്ചാൽ കഞ്ചിക്കോട്ട് മറ്റൊരു ഭോപ്പാൽ ആവർത്തിക്കും. ദുരന്തങ്ങൾക്ക് ശേഷം മാത്രമേ പാഠം പഠിക്കൂ എന്ന വാശി നമുക്ക് ഇനിയെങ്കിലും ഉപേക്ഷിക്കാം. സിറ്റിസൺ ജേർണലിസ്റ്റ് ഹരീഷ്. ഇതിനു മുമ്പിലത്തെ റിപ്പോർട്ട്സ് പോലെ തന്നെ ഇതും വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ആദ്യം സിറ്റിസൺ ജൂറിയുടെ ഒപ്പീനിയൻ. നല്ലതായിരുന്നു. പക്ഷെ ആ ഖമാലിന്യം കാണിച്ചിരുന്നല്ലോ, അത് സെപ്റ്റിക് ആവുന്ന ഒരു ബൈറ്റ് ഉണ്ട് അതിനകത്ത്. അതല്ലാതെ ഇത് ഒഴുകി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
ഞാൻ പറയാൻ ശ്രമിച്ചത് അതിനകത്ത് ഇത് ഈ മാലിന്യം ഒഴുകി പോവില്ല, അത് കുറച്ച് ഖര ഇതാണ്. അതിനകത്ത് നിന്ന് പോകുന്ന അതിൽ ഖനലോഹങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും വെള്ളത്തിലൂടെ ഒലിച്ചു പോകാം. പ്രത്യേകിച്ച് ഖനലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ താഴേക്ക് ആണ് ബാക്കി കേരളത്തിന്റെ പ്രദേശങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതേ സംബന്ധിച്ച് ഈ ഖരമാലിന്യം സംബന്ധിച്ച് ഒരു പഠനം പോലും നടത്തിയിട്ടില്ല എന്നൊരു പോയിന്റാണ് അതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചത്. സർ എന്ത് തോന്നുന്നു? ഹരീഷ് വീണ്ടും നല്ലൊരു സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്, നല്ല ട്രീറ്റ്മെന്റുമാണ്. ഹരീഷിന് ഇപ്പോൾ യു ഹവ് റീച്ച്ഡ് എ പോയിന്റ് വെയർ യുവർ റിപ്പോർട്ട്സ് ആർ ഗോയിങ് ടു ബി ഗുഡ് ആൻഡ് അഷ്യൂർഡ്. അതിനെപ്പറ്റി സംശയം ഇനിയില്ല. എന്നാലും ഈ സ്റ്റോറിയിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഒരു വെറൈറ്റി ഓഫ് റെസ്പോണ്ടൻസ് വേണം ഹരീഷ്. നിങ്ങൾ ആകെ 2 പേരെ വെച്ചിട്ട് ഇന്റർകട്ട് ചെയ്ത് നിങ്ങളുടെ കഥ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവുന്നത്, നിങ്ങളൊരു സ്റ്റോറി തീരുമാനിച്ച് അതിന്റെ ഒരു ലൈൻ തീരുമാനിച്ച് 2 പേരെ നിങ്ങളോട് യോജിക്കുന്നവരാകാം, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത ഡോക്ടർ ചെയ്യുന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയുടെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കും അങ്ങനെ 2 പേരെ മാത്രം വെച്ച്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റോറി ആകുമ്പോൾ. ഫാക്ടറി റെപ്രസെന്റേറ്റീവ് ഇല്ലാതാനും, ഫാക്ടറിയിൽ നിന്ന് ആരും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പറയാൻ വിസമ്മതിച്ചു എന്നും പറയുന്നില്ല. അപ്പോൾ അവരെ നിങ്ങൾ കിട്ടാൻ ശ്രമിച്ചോ ഇല്ലെന്നൊന്നും വ്യക്തമാവുന്നില്ല അതിൽ. ഫാക്ടറികളുടെ ഭാഗത്ത് നമ്മൾ റെസ്പോൺസ് സ്വാഭാവികമായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ അവർ പറയാൻ തയ്യാറല്ല. പൊതുവെ എന്തെങ്കിലും പറഞ്ഞു പോകണമായിരുന്നു, അല്ലെങ്കിൽ കാരണം അവർക്ക് പറയാൻ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പിന്നെ ഈ പരിസ്ഥിതി കമ്മിറ്റി പോലുള്ള ഇപ്പൊ കേരളത്തിലെ ക്രെഡിബിലിറ്റി ഉള്ള ആളുകൾ തന്നെ ഇവർ 2 സൈഡും കേട്ട് ഒരു കൺക്ലൂഷൻ എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെ അതിന്റെ എൻഡിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കൂടുതൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് വിചാരിച്ചു. ഇതിലൊരു പക്ഷപാതം അങ്ങനെ ഒരു ബയസ്ഡ് ആയിട്ട് തോന്നും. പക്ഷെ സിൻസ് ദ ബയസ് ഇസ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ, അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു ക്രെഡിബിലിറ്റിയുടെ ചെറിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ലാഗിന്റെ പ്രശ്നം വരുമ്പോൾ, ഒന്നാമത് പരിസരത്തിൽ പിന്നെ നിങ്ങൾക്ക് ആസ്മാറ്റിക് ആവും, മിസ്നോഫിലിക് ആവും, പിന്നെ പറയുന്നുണ്ട് സെപ്റ്റിക് സെപ്റ്റിക് വിച്ച് ഡസ് നോട്ട് ക്യൂർ ക്വിക്ലി, റേഡിയേഷൻ പോലും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സപ്ലിമെന്ററി ഒരു ബൈറ്റ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു അതിനെപ്പറ്റി ഒരു ഡോക്ടറോ എന്തെങ്കിലും ഒരു സയന്റിഫിക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ആഡഡ് വെയിറ്റ് ടു ദ സ്റ്റോറി. ഇത് വീണ്ടും ഹരീഷിനെ വിശ്വസിച്ച് ഈ സ്റ്റോറി വിശ്വസിക്കണം. സുധീരമായിട്ട് നടത്തിയ ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് അതിലെ പ്രധാന പ്രതിയുടെ പേരും അവരുടെ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതും തീർച്ചയായിട്ടും ഒരു ബോൾഡ് അറ്റംപ്റ്റ് ആണ്. പക്ഷേ ബോൾഡാണെന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊല്യൂഷന്റെ ആദ്യത്തെ ഷോട്ടുകളെല്ലാം ഒരു ഇംപെൻഡിങ് ഡൂമിൻ്റെതായ മട്ടൊരു വലിയ പുക ചുരുളുകൾ ഉയരുകയും, ഒരു 19ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ഫാക്ടറി ഒരു ഡിക്കൻസിയൻ മട്ടിലൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം ശശി പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എത്രയൊക്കെ കുറ്റവാളിയാണെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിലും ഏത് കമ്മിറ്റി പറഞ്ഞാലും നമ്മുടെ ഉത്തരവാദിത്വം, ജേർണലിസ്റ്റിന്റെ ഉത്തരവാദിത്വം ആ കമ്മിറ്റികളെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ആ കമ്മിറ്റികൾ ബയസ്ഡ് ആവാം, കമ്മിറ്റികൾ തെറ്റിദ്ധരിക്കപ്പെടാം. തീർച്ചയായിട്ടും ഇതിൽ കുറ്റവാളിയായി നമ്മൾ പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്ന കൈരളി സ്റ്റീലിനെ ഏതെങ്കിലും ഒരു നിലപാട് നമ്മൾ കൊടുത്തേ തീരൂ. അതൊരു അടിസ്ഥാനപരമായ ധർമ്മമാണ്. എത്ര വലിയ വില്ലനും അവൻ്റെതായ ഒരു അഭിപ്രായം പറയാനും അവന്റെ നിലപാട് അറിയിക്കാനും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഉള്ള ഫോറം കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അവിടെ ഫെയിൽ ചെയ്താൽ അത് ക്ഷന്തവ്യമല്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയായിട്ട് കഞ്ചിക്കോട് മാറാൻ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയതായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നത്. വേസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ 6.5 മാർക്ക്. എനിക്കും 6.5 മാർക്ക്. 7 മാർക്കാണ്. ജൂറിയുടെ ഭാഗത്തു നിന്നുള്ള മാർക്സ് നമ്മൾ അറിഞ്ഞു. ഇനി ഹരീഷിന് വോട്ട്സിന്റെയും കൂടി ആവശ്യമുണ്ട്. വോട്ട് ചെയ്യുക. ഫോർമാറ്റ്